ഷിസൂസ് കിഡ്സ് വേൾഡ്, a complete kids channel. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക. ചാണക്യന്റെ മാതൃസ്നേഹം. ഒരിക്കൽ ഒരു എളിയ വീട്ടിൽ അമ്മയോടൊപ്പം താമസിച്ചിരുന്ന ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു. ദാരിദ്ര്യം ഉണ്ടായിരുന്നിട്ട് ആ കുട്ടി അവിശ്വസനീയമാംവിധം സുന്ദരനും അസാധാരണ ബുദ്ധിമാനും ആയി വളർന്നു. അവൻ പക്വത പ്രാപിക്കുമ്പോൾ അവൻ്റെ ബുദ്ധിയും ആകർഷണീയതയും വർദ്ധിച്ചു. എന്നിരുന്നാലും അവൻ്റെ അമ്മ പലപ്പോഴും ദുഃഖിതയായി കാണപ്പെട്ടു. ഒരു ദിവസം ആ കുട്ടിക്ക് തൻ്റെ വിഷമം അടക്കാനായില്ല. അവൻ ചോദിച്ചു, അമ്മേ, എന്തിനാണ് എപ്പോഴും സങ്കടപ്പെടുന്നത്? ഭാരിച്ച ഹൃദയത്തോടെ അവൻ്റെ അമ്മ മറുപടി പറഞ്ഞു, മകനെ, നിന്നെപ്പോലെ പല്ലുള്ള ഒരാൾ വളരെ പ്രശസ്തനാകാൻ വിധിക്കപ്പെട്ടവനാണെന്ന് ഒരിക്കൽ ഒരു ജ്യോത്സ്യൻ എന്നോട് പറഞ്ഞിരുന്നു. ജിജ്ഞാസയും മനസ്സിലാക്കാൻ ആകാംക്ഷയും ഉള്ള ആ കുട്ടി ചോദിച്ചു, പക്ഷേ അത് നല്ല കാര്യമല്ലേ? ഞാൻ പ്രശസ്തനായാൽ നിങ്ങൾ സന്തോഷിക്കില്ലേ? എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, ഏതമ്മയാണ് തൻ്റെ മകൻ വലിയ നേട്ടങ്ങൾ കൈവരിക്കണമെന്ന് ആഗ്രഹിക്കാത്തത്? പക്ഷേ എൻ്റെ ഹൃദയം വേദനിക്കുന്നത് നീ ഒരിക്കൽ പ്രശസ്തിയിലേക്ക് ഉയർന്നാൽ എന്നെ മറന്ന് എന്നെ പിന്നിൽ ഉപേക്ഷിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നതിനാലാണ് എന്ന് പറയുമ്പോൾ അവൻ്റെ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഈ വാക്കുകൾ കേട്ട് ആ കുട്ടിയുടെ ഹൃദയം തകർന്നു. കണ്ണുനീർ അവൻ്റെ മുഖത്തുകൂടി ഒഴുകി. ഒരു വാക്കുപോലും പറയാതെ അവൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടി. അവൻ ഒരു പാറക്കഷ്ണം എടുത്ത് ദൃഢനിശ്ചയത്തോടെ മുൻവശത്തെ 2 പല്ലുകൾ അടിച്ചു തകർത്തു. അവൻ്റെ വായിൽ നിന്ന് രക്തം ഒഴുകി. പക്ഷേ അമ്മയോടുള്ള സ്നേഹം അവന് ധൈര്യം നൽകി. അവൻ്റെ അമ്മ അവനെ കണ്ടപ്പോൾ ഭയന്ന് നിലവിളിച്ചു, മകനെ, നീ എന്തു ചെയ്തു? അവളുടെ കൈകൾ കയ്യിലെടുത്തുകൊണ്ട് ആ കുട്ടി സൗമ്യമായി പറഞ്ഞു, അമ്മേ, ഈ പല്ലുകളാണ് നിങ്ങളുടെ ദുഃഖത്തിന് കാരണമെങ്കിൽ എനിക്ക് അവ വേണ്ട. നിങ്ങൾ ദുഃഖിതരായി കാണുന്നതിലും എനിക്ക് പ്രശസ്തി ഉപേക്ഷിക്കാനാണ് ഇഷ്ടം. എനിക്ക് മഹത്വം കൈവരിക്കണം. എൻ്റെ സ്വന്തം കാര്യത്തിലല്ല, മറിച്ച് നിങ്ങളെ സേവിച്ചും നിങ്ങളുടെ അനുഗ്രഹങ്ങൾ നേടിക്കൊണ്ടുമാണ്. ഈ കുട്ടി വളർന്നു വലുതായി മറ്റാരുമല്ല, മഹാനായ ചാണക്യനായി. അദ്ദേഹത്തിൻ്റെ ജ്ഞാനവും സ്വഭാവവും തലമുറകളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നു.